ഹലോ ഫ്രണ്ട്സ്, മെമ്മറീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ വെണ്ടയ്ക്ക കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വെണ്ടയ്ക്ക കറി. ഇത് അതിനായിട്ട് ഈ സാധനങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്: തക്കാളി, സവോള, പച്ചമുളക്, വെളുത്തുള്ളി, വെണ്ടക്ക. ഇത്രയും സാധനങ്ങളത് വൃത്തിയായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് എളുപ്പത്തിൽ പോയി നോക്കിയിട്ട് വരാവേ. ഇത് നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ, അതായത് ഒരു തേങ്ങ മുറിച്ചതിൻ്റെ പകുതിയുടെ പകുതി അത്രേ എടുത്തിട്ടുള്ളൂ. ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അല്ലേ, തേങ്ങ അരച്ച് മാറ്റി വെച്ചു. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്താ വെച്ചാൽ പകുതി തക്കാളി, അതായത് ഒരു 1.5 മുറി തക്കാളി എടുത്തുല്ലോ. അപ്പോൾ അതിൽ ഒരു തക്കാളിയോളം ഞാൻ അതൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണേ. കാരണം വെണ്ടയ്ക്ക് നന്നായിട്ട് വഴറ്റി മാറ്റി വെച്ചു. അതിനുശേഷം നേരെ സ്റ്റൗവിൽ ചട്ടി വെച്ചു. മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിൽ മൺചട്ടി വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും ഇട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തു. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഈ വഴറ്റുന്ന കൂട്ടത്തിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിത് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ കുറച്ച് ഉപ്പും ബാക്കി മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. പിന്നീട് ഞാനൊന്ന് ആവിയിൽ വേവാനായിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 സെക്കൻഡ് അടച്ച് വെച്ച് വേവിച്ചു. ഇനിയാണ് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതായത് നമ്മുടെ മസാലക്കൂട്ട്, മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി ഇതിട്ട് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുകയാണ്. ഇതൊന്ന് വരുന്ന സമയത്താണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അരപ്പുകളെല്ലാം ഒഴിച്ച് കറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ അരച്ചതും തക്കാളി അരച്ചതും എല്ലാം ഇട്ട് ഒന്ന് കുറുകി വരുമ്പോൾ ഞാൻ വെണ്ടയ്ക്കയായിട്ട് നന്നായി മിക്സ് ചെയ്ത് കറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറിയാണ്.